കഴിച്ച ഭക്ഷണം ദഹിപ്പിച്ചിരുന്ന പടച്ച റബ്ബിന് നിന്റെ വയറ്റിലെ ആ കഴിച്ച ഭക്ഷണം ഒരു തുള്ളി ഒരു മണി പോലും ദഹിക്കാതെ അങ്ങനെ കടന്നാൽ നീ അനുഭവിക്കുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ സംഗതി നിനക്ക് അല്ലാഹു ഒരുക്കി തരുന്നതിന് ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ, ഒന്ന് നന്ദി കാണിക്കാൻ എന്തൊരു മടിയാ നിനക്ക്. വൈകുന്നേര സമയത്ത് നീ കുടിക്കുന്ന ചായ തായോട്ടിറക്കാതെ അവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ സുഹൃത്തെ, നീ അനുഭവിക്കുന്ന സാഹസികത എത്ര വലുതാണ്. പടച്ച റബ്ബല്ലേ നിനക്ക് ഈ സുഗമമായ വടി ഒരുക്കി തരുന്നത്. ആ റബ്ബിനൊരു 4 മിനിറ്റ് ഒന്ന് നീക്കി വെക്കാൻ കഴിയില്ലെങ്കിൽ എത്രമാത്രം വലിയ ഹതഭാഗ്യനാണ്. 5-6 മണിക്കൂർ നീ ഉറങ്ങിയിട്ട് സർവ്വ ക്ഷീണവും മാറി, വിഷമങ്ങളൊക്കെ പോയി, ടെൻഷനൊക്കെ മാറി, നല്ല ഉണർവോടെ എഴുന്നേൽക്കുന്ന റബ്ബിനൊരു ചെറിയ നിസ്കാരം, ഒരു 2 റക്അത്ത്, വലിയ മഹത്വമുള്ള സുബ്ഹി ഒന്ന് ഖളാ ആകാതെ നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്തൊരു ഹതഭാഗ്യനാണ്. ഏറ്റവും വലിയ ഭാഗ്യമായി കണക്ക് കൂട്ടേണ്ടത് നിസ്കാരമാണ്. നിസ്കാരം ഉള്ളവരെയാണ് നല്ല കൂട്ടുകാരായിട്ടും നല്ല കമ്പനിയായിട്ടും നീ കൂടുകൂട്ടേണ്ടത്. അവരെ വിശ്വസിക്കാനൊക്കൂ, അവരെ ബഹുമാനിക്കാൻ കഴിയൂ. സുബ്ഹാന